നമ്മളിൽ ഭൂരിഭാഗം പേരും പ്രേതകഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ? എന്നാൽ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് ഞാനൊരു പ്രേതത്തെ കണ്ടു അല്ലെങ്കിൽ പ്രേതമുള്ളതായിട്ട് അനുഭവിച്ചു എന്ന്, നമ്മൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ കളിയാക്കും, അല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും അല്ലെ? പക്ഷേ ഇന്ത്യയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആളുകൾ പറയുന്ന ഈ പ്രേതബാധകളെയും അമാനുഷിക ശക്തികളെയും തള്ളിക്കളയാൻ അയാൾ തയ്യാറായിരുന്നില്ല. ക്യാമറയും കയ്യിലേന്തി ആധുനിക സയന്റിഫിക് ഉപകരണങ്ങളുമായി അയാൾ ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കോട്ടകളിലേക്കും കാടുകളിലേക്കും ഇറങ്ങിത്തിരിച്ചു. പേര് ഗൗരവ് തിവാരി. ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. 1000-ലധികം ഭീതിജനകമായ സ്ഥലങ്ങൾ, രാത്രികാലങ്ങളിൽ ആരും കാലുകുത്താൻ പേടിക്കുന്ന ഇടങ്ങളിൽ ഉറക്കമിളച്ചിരുന്ന് അയാൾ സത്യങ്ങൾ തിരഞ്ഞു. എന്നാൽ ഒരു ദിവസം ആ അന്വേഷണം ചെന്ന് അവസാനിച്ചത് സ്വന്തം ബാത്റൂമിലാണ്. 2016 ജൂലൈ 7 ഡൽഹിയിലെ സ്വന്തം ഫ്ളാറ്റിൽ ബാത്റൂമിൽ തികച്ചും നിഗൂഢമായ സാഹചര്യത്തിൽ അയാൾ മരണപ്പെട്ടു. കഴുത്തിൽ കറുത്ത നിറത്തിലുള്ള ഒരു പാടുണ്ടായിരുന്നു. വാതിലാണെങ്കിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലും. എന്താണ് അവിടെ സംഭവിച്ചത്? വർഷങ്ങളായി ആത്മാക്കളെ തിരിഞ്ഞുപോയ ആ മനുഷ്യനെ ഒടുവിൽ ആ ഇരുണ്ട ശക്തികൾ തന്നെ ഇല്ലാതാക്കിയതാണോ? അതോ അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത കൈപ്പേറിയ സത്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോ? ഗൗരവ് തിവാരിയുടെ ജീവിതത്തിലൂടെയും അയാളുടെ ഞെട്ടിക്കുന്ന അന്വേഷണങ്ങളിലൂടെയും ഒടുവിൽ ആ നിഗൂഢമായ മരണത്തിന്റെ വസ്തുതയിലേക്കും നമുക്കൊന്ന് യാത്ര ചെയ്യാം. സ്പൈസി ട്രക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമായും ഗൗരവ് തിവാരി എന്ന ആ വലിയ പ്രതിഭാസത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് ആദ്യം ഗൗരവ് തിവാരിയുടെ തുടക്കകാലത്തേക്ക് പോകാം. 1984 പാട്നയിലാണ് ഗൗരവ് ജനിക്കുന്നത്. ചെറുപ്പം മുതലേ സിനിമയോടും അഭിനയത്തോടുമൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു. ചില ഹിന്ദി സിനിമകളിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം 21-ാം വയസ്സിൽ അയാൾ ഏവിയേഷൻ പഠിക്കാനായി നേരെ അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക് വണ്ടി കയറി. അവിടെ വെച്ച് പഠനം പൂർത്തിയാക്കിയ അയാൾ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റായി മാറി. നല്ല ശമ്പളവും ആഡംബര ജീവിതവും ആകാശത്തിലൂടെയുള്ള യാത്രകൾ, ഏതൊരു യുവാവും കൊതിക്കുന്ന ഒരു ലൈഫ് അല്ലെ? പക്ഷേ ആ സമയത്താണ് ഗൗരവ് താമസിച്ചിരുന്ന ഫ്ലോറിഡയിലെ ആ അപ്പാർട്ട്മെന്റിൽ ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. രാത്രികാലങ്ങളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുക, വസ്ത്രങ്ങൾ തനിയെ മാറിപ്പോവുക, മുറിക്കുള്ളിൽ പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുക, ഇതൊക്കെ അവിടുത്തെ പതിവായി മാറി. ആദ്യമൊക്കെ ഒരു പൈലറ്റിന്റെ യുക്തി വെച്ച് ഗൗരവ് ഇതിനെ തള്ളിക്കളഞ്ഞു. തന്റെ തോന്നൽ എന്നാണ് ഗൗരവ് വിചാരിച്ചത്. എന്നാൽ തന്റെ കൂടെ താമസിച്ച സുഹൃത്തുക്കൾക്കും ഇതേ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഗൗരവ് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഇതിന്റെ പിന്നിലെ സയൻസ്? ഈ അമാനുഷിക കാര്യങ്ങൾ കൊണ്ടുള്ള ചിന്തകൾ ഗൗരവിനെ കൊണ്ടെത്തിച്ചത് പാരാനെക്സസ് അക്കാഡമിയിലാണ്. അവിടെ നിന്ന് ഗൗരവ് പാരനോർമൽ സയൻസിലും പാരാസൈക്കോളജിയിലും വലിയ രീതിയിലുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങി. ഒടുവിൽ ഒരു കാര്യം ഗൗരവ് ഉറപ്പിച്ചു, തനിക്ക് ഇനി വിമാനം പറത്തേണ്ട, ഈ ലോകത്ത് ആർക്കും പിടികിട്ടാത്ത ആ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു. പൈലറ്റ് ജാക്കറ്റ് ഊരിവെച്ച് അയാൾ ഇന്ത്യയിലേക്ക് എത്തി. വീട്ടുകാർക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി വേണ്ടാന്ന് വെച്ച് പ്രേതത്തെ പിടിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുടുംബമാണ് അത് അംഗീകരിക്കുന്നത് അല്ലെ? ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗൗരവ് 2009 ഇന്ത്യൻ പാരനോർമൽ സൊസൈറ്റി എന്നൊരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. ഇവിടെയാണ് ഗൗരവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അയാൾ ഒരിക്കലും മന്ത്രവാദത്തിലോ നാരങ്ങയും മുളകും വെച്ചുള്ള പരിപാടികളിലോ വിശ്വസിച്ചില്ല. അയാൾ പറഞ്ഞത് മറ്റൊന്നാണ്, എനിക്ക് പ്രേതമുണ്ടെന്ന് തെളിയിക്കേണ്ട, എന്നാൽ അവിടെയുള്ള ഊർജ വ്യതിയാനങ്ങളെ ശാസ്ത്രീയമായി പഠിക്കണം. അതിനായി ഗൗരവ് ചില പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് മീറ്റർ, അതായത് EMF മീറ്റർ എന്ന് പറയും. നമുക്ക് ചുറ്റുമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലെ മാറ്റങ്ങളെ അളക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അമാനുഷിക ശക്തികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പെട്ടെന്ന് ഉയരുമെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായി ഇലക്ട്രോ വോയിസ് ഫിനോമിന, അതായത് EVP റെക്കോർഡർ. മനുഷ്യന്റെ ചെവികൾക്ക് കേൾക്കാൻ പറ്റാത്ത വളരെ കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ പല ഇൻവെസ്റ്റിഗേഷനിലും മറുപടികൾ ശബ്ദങ്ങളായി ഗൗരവിന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഫുൾ സ്പെക്ട്രം ക്യാമറകളും തെർമൽ ഇമേജിംഗ് ക്യാമറകളും അയാൾ ഉപയോഗിച്ചിരുന്നു. തുടക്കത്തിൽ ആളുകൾ ഗൗരവിനെ കളിയാക്കി. പക്ഷേ പതിയെ പതിയെ വലിയ ടെലിവിഷൻ ചാനലുകൾ അയാളെ തേടിയെത്തി. MTVയുടെ ഗേൾസ് നൈറ്റ് ഔട്ട്, ഹോണ്ടഡ് വീക്കെൻഡ്സ് വിത്ത് സണ്ണി ലിയോൺ, ബൂത്ത് ആയ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഷോകളിലൂടെ ഗൗരവ് ഇൻവെസ്റ്റിഗേറ്ററായി വന്നിരുന്നു. അതോടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായി ഗൗരവ് മാറി. അയാൾ പോയ ചില സ്ഥലങ്ങൾ കേട്ടാൽ ശരിക്കും നമുക്ക് ഭയം തോന്നും. രാജസ്ഥാനിലെ ബാങ്ങർ ഫോർട്ട്, ജനങ്ങൾ ഒന്നടങ്കം ഒഴിഞ്ഞുപോയ ഗുൽദാര ഗ്രാമം, ഇവിടങ്ങളിലൊക്കെ രാത്രി ഒറ്റയ്ക്കിരുന്ന് ഗൗരവ് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ആത്മാക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഇലക്ട്രോണിക് തെളിവുകൾ അയാൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പലയിടങ്ങളിലും പ്രേതങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യന്റെ മാനസികമായ തോന്നലുകൾ
മാത്രമാണെന്നും ജനങ്ങളുടെ ഭയം മാറ്റാനും ഗൗരവ് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വെറുമൊരു ഗോസ്റ്റ് ഹണ്ടർ മാത്രമായിരുന്നില്ല, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു ഗൗരവ്. എല്ലാം നന്നായി പോകുന്നതിനിടയിലാണ് ഗൗരവിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത്. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഗൗരവിന്റെ വിവാഹം. ആര്യ എന്നായിരുന്നു ഭാര്യയുടെ പേര്. എന്നാൽ വിവാഹശേഷമുള്ള മാസങ്ങളിൽ ഗൗരവ് മാനസികമായി വലിയൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ വരിക, മണിക്കൂറുകളോളം റൂമിലിരുന്ന് പഴയ കേസുകളെ കുറിച്ച് ഓർക്കുക, ഇതൊക്കെയാണ് അയാളുടെ സ്വഭാവത്തിൽ പ്രകടമായത്. മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗൗരവ് തന്റെ ഭാര്യയോട് വിചിത്രമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഭാര്യയെ, ഏതോ ഒരു നെഗറ്റീവ് ശക്തി എന്നിലേക്ക് തന്നെ വലിച്ച് അടുപ്പിക്കുന്നുണ്ട്. എനിക്ക് അതിനെ തടയാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ ശക്തി എന്നെ കീഴടക്കാൻ നോക്കുകയാണ്. എന്നാൽ ഭാര്യ വിചാരിച്ചിരുന്നത് രാത്രിയിലെ യാത്രകളും ഉറക്കമില്ലായ്മയും കാരണം ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദം എന്നാണ്. അവരതത്ര കാര്യമാക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവ് എപ്പോഴും ഈ നെഗറ്റീവ് എനർജികളെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എന്നാൽ 2016 ജൂലൈ 6-ാം തീയതി ഗൗരവ് തന്റെ അവസാനത്തെ കേസും അന്വേഷിച്ച് വീട്ടിൽ തിരിച്ചെത്തി. പടിഞ്ഞാറൻ ഡൽഹിയിലെ ഗ്രാമത്തിൽ ഏതോ ഒരു പെൺകുട്ടിക്ക് പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതനുസരിച്ച് പോയതായിരുന്നു ഗൗരവ്. വീട്ടിൽ തിരിച്ചെത്തിയ ഗൗരവ് വളരെ അസ്വസ്ഥനായിരുന്നു. ലേറ്റായി വന്നതിന് തന്റെ വീട്ടുകാർ അയാളെ വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദേഷ്യത്തിൽ ഗൗരവ് ആണെങ്കിൽ തന്റെ ഫോൺ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. അത്രയും വലിയ മെന്റൽ ട്രോമയിലൂടെയാണ് ആ രാത്രി ഗൗരവ് കടന്നു ചെന്നിരുന്നത്. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നു. ജൂലൈ 7 രാവിലെ ഏകദേശം 11 മണി. ഗൗരവ് ബാത്റൂമിലേക്ക് പോയിരുന്നു. സാധാരണയിൽ കൂടുതൽ സമയം എടുത്തിട്ടും ഗൗരവ് പുറത്തേക്ക് വന്നിരുന്നില്ല. വീട്ടുകാർ വാതിലും മുട്ടി. അകത്തുനിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഭയം തോന്നി വീട്ടുകാർ വാതിൽ ബലമായി തള്ളി തുറന്നു. അവിടെ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ബോധരഹിതനായി തറയിൽ കിടക്കുന്ന ഗൗരവ് തിവാരി. കഴുത്തിന് ചുറ്റും കറുത്തൊരു വരയുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും ആ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഗൗരവിന്റെ മരണം പുറത്തറിഞ്ഞതോടെ എല്ലാവരും ഞെട്ടിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും കഥകൾ കാട്ടുതീ പോലെ പടർന്നു കഴിഞ്ഞിരുന്നു. ആളുകൾ പറഞ്ഞിരുന്നത് ഗൗരവിനെ ആത്മാക്കൾ കൊന്നതെന്നാണ്. ബാൻഗഡ് കോട്ടയിലെ ശാപമെന്ന് മറ്റു ചിലരും. തലേ ദിവസം അയാൾ കണ്ട പെൺകുട്ടിയെ ബാധിച്ച ഡീമൻ അല്ലെങ്കിൽ പിശാച് ഗൗരവിലേക്ക് ആവാഹിക്കപ്പെട്ടതാണെന്നും ആ ശക്തി അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നും വരെ കഥകൾ പ്രചരിച്ചു. കാരണം കഴുത്തിലെ ആ പാട് കയറിട്ട് മുറുകി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ വാതിലാകട്ടെ അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ. ഒരു ആത്മാവിനല്ലാതെ മറ്റാർക്കാണ് ഒരു പൂട്ടിയ മുറിയിലേക്ക് കയറി കൊല്ലാൻ സാധിക്കുക? ഇതായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്നത് തികച്ചും വ്യത്യസ്തമായ വസ്തുക്കളാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു അത് അസ്ഫിക്സിയേഷൻ മൂലമുള്ള മരണമെന്നാണ്. അതായത് ശ്വാസം മുട്ടിയുള്ള മരണം. ഗൗരവ് ബാത്റൂമിലെ വെന്റിലേറ്ററിൽ ഭാര്യയുടെ തുപ്പട്ട ഉപയോഗിച്ച് തൂങ്ങി മരിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധൈര്യശാലിയായ ഒരു മനുഷ്യൻ, പ്രേതങ്ങളെ നേരിട്ട ഒരു മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്യണം? പോലീസിന്റെ കണ്ടെത്തൽ ഇതായിരുന്നു. അതായത് ഗൗരവിന് ആ സമയത്ത് വലിയ പ്രോജക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പാരനോർമൽ ജോലി വിട്ട് സാധാരണ എന്തെങ്കിലും ജോലിക്ക് പോകാനായിട്ട് തന്റെ കുടുംബം നിരന്തരമായി നിർബന്ധിച്ചിരുന്നു. ഇതിന്റെ പേരിലുണ്ടായ നിരന്തരമായ തർക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളുമാണ് അയാളെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കേസ് അവസാനിപ്പിച്ചത്. പോലീസ് ഇതൊരു ആത്മഹത്യയായി തള്ളിക്കളഞ്ഞെങ്കിലും ഇന്നും പല ചോദ്യങ്ങളും ബാക്കിയാണ്. മരണത്തിന് തൊട്ടു മുമ്പ് അയാൾ പറഞ്ഞ ആ നെഗറ്റീവ് ശക്തി എന്തായിരുന്നു? നിരന്തരം നെഗറ്റീവ് എനർജികളുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ചതുകൊണ്ട് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡിപ്രഷനിലേക്ക് ചെന്നതാണോ? അതോ ശരിക്കും നമ്മൾ കാണാത്ത അദൃശ്യമായ എന്തെങ്കിലും അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണോ? ആ രഹസ്യം ഗൗരവിനോടൊപ്പം തന്നെ ബാത്റൂമിൽ ഒതുങ്ങി. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഗൗരവ് തിവാരി എന്ന 31 വയസ്സുകാരൻ ജീവിച്ച ആ ജീവിതമാണ് ഇന്ത്യയിലെ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന മേഖല ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടത്. ഭയത്തെ എങ്ങനെ ശാസ്ത്രീയമായി നേരിടാമെന്ന് അയാൾ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ആമസോൺ പ്രൈമിൽ വന്ന ഗൗരവ് തിവാരി മിസ്റ്ററി എന്ന സീരീസ് ഒക്കെ അയാളുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇരുട്ടിനെ തിരഞ്ഞുപോയ ആ വെളിച്ചം വൈകാതെ തന്നെ അണഞ്ഞുപോയിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഗൗരവ് തിവാരിയുടെ മരണത്തിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണോ, അതോ അയാൾ പറഞ്ഞ ആ കറുത്ത ശക്തിയുടെ സാന്നിധ്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിചിത്രമായ സംഭവങ്ങൾക്ക് സ്പൈസി ട്രിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.